ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യും. സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്ന്. 2025-26 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കുമെന്ന പ്രതീക്ഷയിൽ കേരളം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് സജീവം. അമേരിക്കയിൽ യാത്രാ വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് സ്ഥിരീകരിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 38ാമത് ദേശീയ ഗെയിംസിൽ 7 സ്വർണവുമായി കർണാടക മുന്നേറ്റം തുടരുന്നു. ISL ഫുട്ബോളിൽ ചെന്നൈയിൻ FCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. ICC അണ്ടർ-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതോടെയാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനു ശേഷം 2024-25 കാലയളവിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കും. 2025-26 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നാളെ അവതരിപ്പിക്കും. നിർമ്മല സീതാരാമന്റെ 8ാം ബജറ്റ് അവതരണത്തിനാണ് പാർലമെന്റ് നാളെ വേദിയാകുന്നത്. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയം പാർലമെന്റ് തിങ്കളാഴ്ച ചർച്ച ചെയ്യും. കേന്ദ്ര ബജറ്റിൽ കേരളത്തിനായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രതീക്ഷിക്കുന്നതായി ധനമന്ത്രി KN ബാലഗോപാൽ. വയനാടിനും വിഴിഞ്ഞത്തിനും പ്രത്യേക സാമ്പത്തിക പാക്കേജും സംസ്ഥാനം പ്രതീക്ഷിക്കുന്നു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള മൂലധന നിക്ഷേപ പദ്ധതികളും തൊഴിൽ പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേർന്നു. പാർലമെന്റ് സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം സർക്കാർ യോഗത്തിൽ അഭ്യർത്ഥിച്ചു. ബജറ്റിന്മേലുള്ള ചർച്ചകൾ ഫെബ്രുവരി 13 വരെ തുടരുമെന്ന് മന്ത്രി കിരൺ റിജിജു അറിയിച്ചു. സമ്മേളന കാലയളവിൽ പരിഗണിക്കാനായി 16 ബില്ലുകൾ ഇതിനകം സഭയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുംഭമേളയ്ക്കിടെ നടന്ന അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് പ്രയാഗ്രാജ് സന്ദർശിക്കും. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് 1 മാസത്തിനുള്ളിൽ സമർപ്പിക്കണം. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ തടയുന്നതിനുള്ള നടപടികളും കമ്മീഷൻ ശുപാർശ ചെയ്യും. വിരമിച്ച അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി ഹർഷ് കുമാറാണ് 3-അംഗ കമ്മീഷന്റെ തലവൻ. ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറി മനോജ് കുമാർ സിംഗും DGP പ്രശാന്ത് കുമാറും അപകടം നടന്ന പ്രദേശം ഇന്നലെ സന്ദർശിച്ചു. പ്രയാഗ്രാജിലേക്കുള്ള വാഹന പ്രവേശനം ഫെബ്രുവരി 4 വരെ നിരോധിച്ചുവെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രയാഗ്രാജ് ജില്ലാ മജിസ്ട്രേറ്റ് രവീന്ദ്രകുമാർ മന്ദർ നിഷേധിച്ചു. വസന്ത പഞ്ചമിയിലെ അമൃത് സ്നാനം കണക്കിലെടുത്ത് ഫെബ്രുവരി 2-3 തീയതികളിൽ മാത്രമേ വാഹന പ്രവേശനം നിയന്ത്രിക്കൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് AI സുരക്ഷാ കേന്ദ്രം ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. വരും മാസങ്ങളിൽ ഇന്ത്യ സ്വന്തമായി അടിസ്ഥാന AI മാതൃക സൃഷ്ടിക്കുമെന്നും ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ സ്വന്തം AI മോഡൽ വികസിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ആവശ്യപ്പെടുന്ന ചട്ടക്കൂട് സൃഷ്ടിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. We are also announcing that the AI Safety Institution will be started, and this will be a very interesting model. Unlike many countries which have put the AI Safety Institution in one of the universities, we decided that we'll create it as an institution which is collaborative, where people from multiple institutions can collaborate to provide and develop the tools and the frameworks and the processes which are needed for AI safety. യമുന നദിയിൽ വിഷം കലർത്തിയെന്ന ആരോപണത്തിൽ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഇന്ന് വിശദമായ മറുപടി സമർപ്പിക്കണം. BJP നേതൃത്വത്തിലുള്ള ഹരിയാന സർക്കാർ യമുന നദിയിൽ വിഷം കലർത്തിയതായ ആരോപണം സാധൂകരിക്കുന്ന വിധമുള്ള വിശദീകരണം നൽകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഡൽഹിയിൽ അടുത്ത മാസം 5 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. BJP, ആം ആദ്മി പാർട്ടി,
കോൺഗ്രസ് പാർട്ടികളുടെ മുൻനിര നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. മുതിർന്ന ബിജെപി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ഔട്ടർ ഡൽഹിയിലെ ദ്വാരക സബ്സിറ്റിയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും ഇന്നലെ നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സംഘടിത അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പ്രയോജനകരമാകുന്ന പരിഷ്കാരങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. തൊഴിൽ മന്ത്രിമാരുടെയും സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സെക്രട്ടറിമാരുടെയും 2 ദിവസത്തെ ദേശീയതല യോഗത്തിന്റെ സമാപന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങളില്ലാതെ വികസിത ഭാരതം വിഭാവനം ചെയ്യാൻ കഴിയില്ലെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ. യുവതയ്ക്ക് വിവിധ മേഖലകളിൽ മികവ് പുലർത്താനുള്ള ക്രിയാത്മക സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസവും നൽകേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി സർവകലാശാലയിൽ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. I will tell you, without youth, Viksit Bharat will not happen. It will not happen, I'll tell you why. We had other countries in Asia, Southeast Asia, Japan, Korea, China. Many of them had developed faster than us. I cannot take the same road that they have taken. I have to take something different to catch up. That catch up is possible mainly because of technology. And we have tools which will allow us to do it. And those tools are best used by the younger generation. They know the creativity of what you can do. അമേരിക്കയിൽ യാത്രാ വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. അപകട കാരണം അന്വേഷിക്കുകയാണെന്ന് അദ്ദേഹം വൈറ്റ് ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യാത്രാ വിമാനത്തിൽ 64 പേരും ഹെലികോപ്റ്ററിൽ 3 സൈനികരുമാണ് ഉണ്ടായിരുന്നത്. യാത്രാ വിമാനം റീഗൻ നാഷണൽ എയർപോർട്ടിന്റെ റൺവേയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു അപകടം. 38ാമത് ദേശീയ ഗെയിംസിൽ 7 സ്വർണവുമായി കർണാടക മുന്നേറ്റം തുടരുന്നു. 6 സ്വർണവുമായി മണിപ്പൂർ 2ാം സ്ഥാനത്തും 4 സ്വർണവുമായി മഹാരാഷ്ട്ര 3ാം സ്ഥാനത്തുമാണ്. കേരളത്തിന് ഇന്നലെ 2 സ്വർണം ലഭിച്ചു. നീന്തൽ 200 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിൽ ഹർഷിത ജയറാമും 45 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ സുഫ്ന ജാസ്മിനുമാണ് കേരളത്തിനായി സുവർണ നേട്ടം സമ്മാനിച്ചത്. റഗ്ബിയിലും വോളിബോളിലും കേരളത്തിന്റെ വനിതാ പുരുഷ ടീമുകൾ ക്വാർട്ടറിൽ കടന്നു. ഖോഖോ പുരുഷ വിഭാഗത്തിൽ ഉത്തരാഖണ്ഡിനെയും ഫുട്ബോളിൽ മണിപ്പൂരിനെയും കേരളം പരാജയപ്പെടുത്തി. പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ് കേരളം. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 1-3 ഗോളുകൾക്ക് ചെന്നൈയിൻ FCയെ പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാളിനെ നേരിടും. രാത്രി 7:30 മുംബൈയിലാണ് മത്സരം. ICC അണ്ടർ-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ക്വാലാലംപൂരിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് മത്സരം ആരംഭിക്കും. രാവിലെ 8 മണിക്ക് നടക്കുന്ന ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. 4ാം 2020 അന്താരാഷ്ട്ര മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. പുനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം 5 മത്സര പരമ്പരയിൽ 2-1 മുന്നിലാണ്. ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 110 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ അധികൃതർ വിട്ടയച്ചു. തടവുകാരുടെ മോചനം ഇസ്രായേൽ അധികൃതർ വൈകിപ്പിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനിടെയാണ് അവരെ മോചിപ്പിച്ചത്. 3 ഇസ്രായേലികളും 5 തായ് പൌരന്മാരും ഉൾപ്പെടെ 8 ബന്ദികളെ ഹമാസ് ഇന്നലെ മോചിപ്പിച്ചിരുന്നു. കേരളത്തിൽ ജനുവരി മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസം 4 വരെ നീട്ടിയതായും ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം 6-ന് ആരംഭിക്കുമെന്നും മന്ത്രി GR അനിൽ ഫെബ്രുവരി 5-ാം തീയതി മാസാവസാന കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധിയായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യും. സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്ന്. 2025-26 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കുമെന്ന പ്രതീക്ഷയിൽ കേരളം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് സജീവം. അമേരിക്കയിൽ യാത്രാ വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് സ്ഥിരീകരിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 38ാമത് ദേശീയ ഗെയിംസിൽ 7 സ്വർണവുമായി കർണാടക മുന്നേറ്റം തുടരുന്നു. ISL ഫുട്ബോളിൽ ചെന്നൈയിൻ FCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം.
ICC അണ്ടർ-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.